ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീനയാണെങ്കിൽ അലീനനെ വഴക്കൊക്കെ ഉണ്ടാക്കി അലീന വീട് വിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് മനു ആണെങ്കിൽ തിരികെ വിളിച്ചുകൊണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വൈജയന്തിക്ക് തക്ക മറുപടിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബാലചന്ദ്രനാണെങ്കിലും വൈജയന്തിയോട് പറയാണ്, ഇന്നത്തെ കാലത്ത് ഇതുപോലെ ആത്മാർത്ഥതയും സ്നേഹവും കുടുംബത്തിനോടൊക്കെയുള്ള ഒരു പെൺകുട്ടിയെ കിട്ടാൻ വേണ്ടിയിട്ട് വലിയ പാടാ, ഒരു ജോലിക്കാരിയെ കിട്ടാൻ വേണ്ടിയിട്ട്. നീ ഇങ്ങനെ പറഞ്ഞവരെയൊക്കെ പറഞ്ഞു വിടുവാണെങ്കിൽ നിൻ്റെ ഉദ്ദേശം എന്താണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. നിൻ്റെ മക്കൾ മേലാണെങ്കിൽ ഒരു പണി എടുക്കുമോ? നിൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതിരുന്നിട്ട് ഇത്രയും പെട്ടെന്ന് ഭേദമായത് ഇവളുടെ ഒറ്റ ഒരാളുടെ മിടുക്ക് കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ വീണ്ടും വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരുടെയും സ്നേഹവും പ്രീതിയും പിടിച്ചു പറ്റുകയാണ് കേട്ടോ നമ്മുടെ അലീന. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആണെങ്കിൽ വൈജയന്തിക്ക് ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് സംഭവിക്കുകയാണ് കേട്ടോ. അങ്ങനെ വൈജയന്തിയുടെ തോളലിൽ പൊട്ടുവാണ്. അങ്ങനെ ഒരു കൈയും അതുപോലെ തന്നെ ഒരു കാലിനും ഒക്കെ നല്ല ചതവൊക്കെ ഉണ്ടാവുകയാണ് കേട്ടോ. അങ്ങനെ കാലും കൈയൊക്കെ കെട്ടിവെച്ചിരിക്കുകയാണ്. ഇതേ സമയത്ത് വൈജയന്തിയെ ശുശ്രൂഷിക്കുന്നതൊക്കെ നമ്മുടെ അലീനയായിരിക്കും കേട്ടോ. അപ്പോൾ ആ സമയത്തൊക്കെ മുത്തശ്ശിയാണെങ്കിൽ എണീറ്റ് നടക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരിക്കും കേട്ടോ. മുത്തശ്ശിക്ക് നല്ല ഭേദമായിട്ടുണ്ടായിരിക്കുമേ. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ വൈജയന്തിക്ക് ഈ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്. അങ്ങനെ വൈജയന്തിനെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നത് തന്നെ ബാലചന്ദ്രനും അതുപോലെ തന്നെ വൈജയന്തിയുടെ മോനും ഒക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ട് പിടിച്ചിട്ടൊക്കെ ആയിരിക്കും കേട്ടോ. അങ്ങനെ വീട്ടിലേക്ക് വന്നതിന് ശേഷം വൈജയന്തിക്ക് വെള്ളം കുടിക്കാനും ഒക്കെ ഇങ്ങനെ തോന്നുകയാണ് കേട്ടോ. ഈ സമയത്ത് മക്കളെ രണ്ടുപേരെയും വിളിക്കുന്നുണ്ടെങ്കിൽ രണ്ടുപേരും കേൾക്കണില്ല കേട്ടോ. ബബിതയാണെങ്കിൽ പാട്ടൊക്കെ വെച്ച് ഫോണിൽ പാട്ടൊക്കെ വെച്ചിട്ട് ഡാൻസ് ആയിരിക്കും. കൃഷ്ണനാണെങ്കിൽ ആരെയോ കൂട്ടുകാരിനെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. വൈജയന്തി ഒന്ന് വന്ന് എനിക്ക് ഇത്തിരി വെള്ളം എടുത്തതെന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ടെങ്കിലും അവരാരും കേൾക്കുന്നു പോലും ഇല്ലേ. ഇതേ സമയത്ത് കിച്ചണിൽ നിന്ന് അലീനയാണെങ്കിൽ ഓടി വരികയാണ് കേട്ടോ. എന്താ മേഡം, എന്താ വേണ്ട എന്ന് ചോദിക്കുമ്പം എനിക്ക് കുറച്ച് വെള്ളം വേണം എന്ന് പറയാൻ കേട്ടോ. അത് മേഡം എന്നോട് പറഞ്ഞാൽ പോരായിരുന്നു, ഞാനെടുത്ത് തരില്ലായിരുന്നു. എന്നോട് പറയണ്ടാന്ന് കരുതിയാ ഞാനേ അതുങ്ങളെ രണ്ടിനെ വിളിച്ചത്. അപ്പോൾ അതുങ്ങൾ രണ്ടുപേരും അവിടെ എന്നാ മല മറിക്കാമെന്ന് ആർക്കറിയാം. എന്തായാലും വന്നതല്ലേ, ഇത്തിരി വെള്ളം ഇങ്ങനെ എടുത്താ എന്ന് പറഞ്ഞിട്ട് വെള്ളം എടുത്ത് കൊടുക്കുമ്പോൾ പറയുന്നുണ്ട്, അപ്പം നമ്മുടെ വൈജയന്തിയുടെ കൈക്ക് പിടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ വൈജയന്തി ഇങ്ങനെ നോക്കുകയാണ്. ഉടനെ അലീനയാണെങ്കിൽ ഞാൻ പിടിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് വെള്ളം ഇങ്ങനെ കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ആ വെള്ളം ഇവിടെ വെച്ചേ എന്ന് പറഞ്ഞു, നീ ഇനി പോയിക്കോ എന്ന് പറയാൻ കേട്ടോ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ഉത്തരവ് പോലെ ഞാൻ അങ്ങോട്ട് പറയുമ്പോൾ നീ ചെയ്താൽ മതി, കൂടുതൽ ഓവർ സ്മാർട്ടൊന്നും കളിക്കണ്ടേ എന്നിങ്ങനെ അലീനയോട് പറയാൻ കേട്ടോ. അപ്പോൾ അലീന ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അതായത് സ്വന്തമായിട്ടൊന്നും ചെയ്യാനും കഴിയില്ല, എന്നിട്ട് ചെയ്യുന്നവർ എന്തൊക്കെയാണ് പറയുന്നത്, ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഒരു മനസ്സലിവ് പോലും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ടായിരിക്കും കേട്ടോ അലീന പോകുന്നത്. ശേഷം കാണിക്കുന്നത് നമ്മുടെ വൈജയന്തിക്കാണെങ്കിൽ വൈജയന്തിയുടെ അടുക്കിലേക്ക് കൃഷ്ണയും അതുപോലെ തന്നെ ബബിതയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. വന്നവർ എങ്ങനെയുണ്ടമ്മേ എന്നൊക്കെ ചോദിക്കുന്നത് അല്ലാതെ എന്തെങ്കിലും ആവശ്യമുണ്ടോ, അമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്തു തരണം എന്നൊരു വാക്ക് പോലും അവരാരും ചോദിക്കുന്നില്ല കേട്ടോ. ബാലചന്ദ്രനാണെങ്കിലും ഷോപ്പിലൊക്കെ വന്നു കഴിയുമ്പോൾ രാത്രിയാവും കേട്ടോ. രാത്രിയാകുമ്പോൾ ഒന്നൊന്ന് സന്ദർശിച്ചിട്ട് പോകും, അത്ര തന്നെ. വൈജയന്തി ശരിക്കും ആ മുറിക്കുള്ളിൽ ഒറ്റപ്പെട്ട് നിൽക്കാൻ കേട്ടോ. വല്ലപ്പോഴും കയറി വരുന്ന അലീന മാത്രമാണ് ആശ്രയം. അലീന വന്ന് എന്തെങ്കിലുമൊക്കെ വേണോ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ വൈജയന്തിക്ക് വിശക്കാണ് കേട്ടോ. ആ സമയത്ത് അലീനയോട് പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് ആഹാരം എടുത്തിട്ട് വാ എന്ന് പറയുമ്പോൾ, ഇതെന്താ നേരത്തെ വിശന്നോ, ആർക്കും അത്താഴമൊന്നും ഞാൻ വിളമ്പില്ലായിരുന്നു എന്ന് പറയുമ്പോൾ, ആഹാ നീ അത്താഴം വിളമ്പുന്നത് നോക്കി വേണോ ഞാൻ കഴിക്കാൻ, എനിക്കിപ്പോൾ വിശന്നു, ഞാൻ ഗുളികകളൊക്കെ കഴിക്കുന്നതല്ലേ, എനിക്കിത്തിരി ചോറ് എടുത്തുകൊണ്ട് വാ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ വൈജയന്തിക്കുള്ള ഫുഡൊക്കെ ആയിട്ട് അലീന വരികയാണേ. ഈ സമയത്ത് ഞാൻ വാരിത്തരാം എന്ന് പറയുമ്പോഴത്തേനും അതിൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അലീനയോട് പറയുന്നുണ്ട്, നീയേ ബബിതേനെ വിളിച്ചുകൊണ്ട് വാ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ബബിതേനെ വിളിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ അലീന. അങ്ങനെ ബബിത റൂമിലേക്ക് എത്തുകയാണ് കേട്ടോ. ഈ സമയത്ത് ബബിത ചോദിക്കുന്നത്, എന്താ അമ്മ എന്താ ഈ സമയത്ത് വിളിച്ചേ, ഞാനൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. എന്ത് കാര്യം നീ ഇത്രയ്ക്ക് അത്യാവശ്യമായിട്ട് ചെയ്തത്? അത് പിന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിക്കായിരുന്നു. അതാണ് ഇപ്പോൾ നിനക്ക് അത്യാവശ്യം. ഈ അമ്മ എന്ന് പറഞ്ഞ ഒരാളിവിടെ കിടക്കുന്നതായി നിനക്ക് അറിയാമോ? പിന്നെ അറിയത്തില്ല, അമ്മയുടെ അടുത്ത് ഞാൻ മുമ്പേയും കൂടെ വന്നാലേ ഉള്ളൂ. മുമ്പേ വന്ന് അത് തല കാണിച്ചിട്ട് പോയി. ഈ അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് എൻ്റെ മോള് ചോദിച്ചോ എന്നൊക്കെ ചോദിക്കണം. ഇപ്പം അമ്മയ്ക്ക് എന്താ വേണ്ടേ? എനിക്ക് ഇത്തിരി ചോറ് തന്നെ. ചോറ് തരാനോ? പിന്നെ എൻ്റെ കൈ ഒടിഞ്ഞിരിക്കുന്നത് നീ കണ്ടോ? അതിനല്ലേ ഇവളിവിടെ ഉള്ളത്. വീട്ടിലെ വേലക്കാരിനെ കൊണ്ടാണോ ഞാൻ ഭക്ഷണം കഴിക്കേണ്ടത്? അത്രയ്ക്ക് ഗതികേടുണ്ടോ എനിക്ക്? അതിന് വേലക്കാരിന്നോ ഒന്നുമില്ല. വിശന്നാലും ഭക്ഷണം എങ്ങനെയല്ലൊക്കെ ഒന്ന് കഴിക്കണം, അത്രയല്ലേ ഉള്ളൂ. അവളോട് പറഞ്ഞാൽ മതി, അവളെ അമ്മയ്ക്ക് ഭക്ഷണം വാരിത്തന്നോളും എന്ന് പറഞ്ഞിട്ട് ബബിത ഒറ്റ പോക്കാണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ വൈജയന്തി ഇത്രയും കഠിന ഹൃദയമൊക്കെ ആണെങ്കിലും വൈജയന്തിയുടെ മനസ്സ് വല്ലാതങ്ങ് സങ്കടപ്പെടുകയാണ് കേട്ടോ. കാരണം സ്വന്തം മോള് ചോറ് വാരിത്തരാൻ പറഞ്ഞിട്ട് പോലും കേൾക്കാതെ അങ്ങനെ ഒരു വേലക്കാരിനെ കൊണ്ട് കഴിച്ചോ എന്ന് പറഞ്ഞപ്പോൾ അത് വൈജയന്തിക്ക് താങ്ങാൻ കഴിഞ്ഞില്ല കേട്ടോ. അങ്ങനെ വൈജയന്തിയുടെ കണ്ണ് പെട്ടെന്ന് നിറയാൻ കേട്ടോ. കൃഷ്ണയോട് പറഞ്ഞാൽ കൃഷ്ണ ചെയ്തേനെ, പക്ഷെ കൃഷ്ണയും ഓരോരോ തിരക്കുകളിൽ അങ്ങനെ പോവുകയാണ് കേട്ടോ.
ഈ സമയത്ത് നമ്മുടെ അലീന പറയുന്നുണ്ട്, മേഡം ഞാൻ തന്നെ വാരിത്തരാം, എന്തിനാ ഈ ആഹാരത്തിൻ്റെ കാര്യത്തിൽ ഇത്ര വാശി കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അലീന ഇങ്ങനെ വാരി വാരി കൊടുക്കാൻ കേട്ടോ. ഈ സമയത്ത് നമ്മുടെ വൈജയന്തിൻ്റെ മുഖത്ത് പറ്റുമ്പോൾ അത് ടവല് കൊണ്ട് തുടയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ വെള്ളം എടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്യുകയാണേ. ഈ സമയത്ത് അലീന ഇങ്ങനെ കഞ്ഞി ഇങ്ങനെ കോരുന്ന സമയത്ത് അലീനയിലേക്ക് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അങ്ങനെ നോക്കിയിട്ട് വൈജയന്തി ഇങ്ങനെ മനസ്സിലൊരു കാര്യം ഇങ്ങനെ ഓർക്കുകയാണേ. ആ സമയത്ത് അലീന പറയുന്നുണ്ട്, എന്താ മേഡം എന്നെ തന്നെ നോക്കി നിൽക്കുന്നത്? ഒന്നുമില്ല. അല്ല മേഡം എന്തോ എന്നെ നോക്കി ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഒന്നും ഇല്ലയെന്ന് പറഞ്ഞില്ലേ? മേഡം എന്താ ആലോചിച്ചത്? ഞാൻ പറയട്ടെ? പറ, അത്രയ്ക്ക് നീ മിടിക്കുകയാണെങ്കിൽ ഒന്ന് പറഞ്ഞേ എന്ന് പറയുമ്പോൾ പറയുന്നുണ്ട് കേട്ടോ. ഇവളെപ്പോലെ ഒരു മകൾ എനിക്കുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായനെ എന്നല്ലേ മേഡം ആഗ്രഹിച്ചത് എന്ന് പറയുമ്പോൾ വൈജയന്തി ഇങ്ങനെ അലീനനെ നോക്കുകയാണ് കേട്ടോ. ആ സമയത്ത് അലീനയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരിക്കെ. ശരിക്കും വൈജയന്തി ചിന്തിച്ചത് അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. കാരണം സ്വന്തം മക്കൾക്കില്ലാത്ത സ്നേഹമാണ് അലീനയ്ക്ക് തന്നോടൊന്ന് മനസ്സിലാക്കാൻ കേട്ടോ വൈജയന്തി. ശേഷം വൈജയന്തി അവൾക്ക് മുൻപിൽ തലകുനിക്കാൻ വൈജയന്തി ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ മതി, എനിക്ക് വയറ് നിറഞ്ഞു, ഇനി നീ കൊണ്ടുവെക്ക് എന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് അത് കൊണ്ടുവച്ചിട്ട് പെട്ടെന്ന് അലീന വന്നിട്ട് ചോദിക്കുന്നുണ്ട്, മേഡത്തിന് ഇനി എന്തെങ്കിലും വേണോ, എന്തെങ്കിലും സഹായം ചെയ്യണോ, ഡ്രസ്സും എല്ലാം മാറ്റണോ എന്നൊക്കെ ചോദിക്കും. വേണ്ട, ഒരു സഹായം വേണ്ട, നീ ഒന്ന് പോയി തന്നാൽ മതി എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അലീന അവിടെ നിന്ന് പോകുകയാണ്. ഈ സമയത്ത് വൈജയന്തി ഇങ്ങനെ ചിന്തിക്കുകയാണ്, ശരിയാ, ഞാൻ മനസ്സിൽ ചിന്തിച്ച് തന്നെ അവൾ എന്നോട് പറഞ്ഞത്. എന്തായാലും എൻ്റെ മക്കൾക്കില്ലാത്ത സ്നേഹം ഒരു വേലക്കാരിക്ക്, എന്തായാലും പാവം പെൺകുട്ടിയാണ്. ഞാൻ എന്തൊക്കെ പറഞ്ഞാലും അവളെന്നെ എത്ര നന്നായിട്ടാണ് കെയർ ചെയ്യുന്നത്, നോക്കുന്നത്. അവളില്ലായിരുന്നെങ്കിൽ ശരിക്കും ഞാൻ ഈ വീട്ടിൽ ഒറ്റപ്പെട്ടു പോയേനെ. എന്തായാലും നല്ലൊരു കുട്ടിയാണ് എന്നൊക്കെ ഇങ്ങനെ വൈജയന്തി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അതൊന്നും തന്നെ പുറമേ കാണിക്കുന്നില്ലേ. ഈ സമയത്തായിരിക്കും മുത്തശ്ശിയുടെ അടുക്കിലേക്ക് അലീന ചെല്ലുന്നത്. എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, എന്താ മോളെ നീ എന്തെടുക്കുമായിരുന്നു? അത് വൈജയന്തി എന്തിനാ അവിടെ കിടന്ന് ബബിതേനെയും നിന്നെയൊക്കെ വിളിക്കുന്ന കേട്ടല്ലോ, എന്താ മോളെ കാര്യം? അത് പിന്നെ അമ്മയ്ക്ക് വിശക്കായിരുന്നു. എന്താ നീ പറഞ്ഞത്? അല്ല, മേഡത്തിന് വിശക്കായിരുന്നേ, അപ്പോൾ മേഡത്തിന് ഫുഡ് കൊണ്ട് കൊടുക്കുമായിരുന്നു, ഞാൻ വാരിത്തരാമെന്ന് പറഞ്ഞപ്പോൾ മേഡം സമ്മതിച്ചില്ല. എന്നിട്ട് ബബിതേനെ വിളിച്ചപ്പോൾ ബബിത ഓരോരോ കൈയൊഴികൾ പറഞ്ഞ് ഒഴിഞ്ഞു. പിന്നെ ഞാൻ തന്നെ വാരി കൊടുത്തു. എന്നിട്ട് അവൾ കഴിച്ചു, പിന്നെ മുഴുവൻ കഴിച്ചു എന്നൊക്കെ പറയാൻ കേട്ടോ. എന്നിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ കേട്ടോ. എൻ്റെ ശുശ്രൂഷിക്കാൻ വന്നതാ നീ. ഇപ്പോൾ നീ ഇവിടുത്തെ എല്ലാമായി മാറി. ഇവിടെ ഇപ്പോൾ ആർക്ക് വഴി വന്നാലും നീ തന്നെയാണല്ലോ മുൻപന്തിയിൽ എന്നൊക്കെ പറയാൻ കേട്ടോ. ഉടനെ അലീന പറയുന്നുണ്ട്, അതിനിപ്പോൾ എന്താ മുത്തശ്ശി, ഇതെൻ്റെ വീട് പോലെയല്ലേ ഉള്ളൂ. അപ്പോൾ വീട്ടിൽ ആർക്ക് അസുഖം വന്നാലും അത് നമ്മളല്ലേ, വീട്ടിലുള്ളവരല്ലേ ശ്രദ്ധിക്കേണ്ടതും നോക്കേണ്ടതും ഒക്കെ. അത്രയൊക്കെയായിട്ടേ ഞാൻ കരുതിയിട്ടുള്ളൂ എന്നൊക്കെ പറയാൻ കേട്ടോ. നിന്നെ പോലെ ഒരു കൊച്ചുമോളെ എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഭാഗ്യം ചെയ്തവളാ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും നീ വീട്ടിൽ നിന്ന് പോകാനുള്ളവളല്ലേ, അതുവരെയൊക്കെ ഉള്ളൂ നിൻ്റെ ഈ സേവനങ്ങളൊക്കെ. അതോർക്കുമ്പോൾ എനിക്ക് സങ്കടമാവുക. ഞാൻ പോകാനോ? ഞാൻ എന്തിനാ പോകുന്നത്? ഞാൻ ഇവിടെ തന്നെ നിന്നോളാം, ഞാനൊരു തെറ്റും ചെയ്യുന്നില്ലല്ലോ, പിന്നെന്തിനാ എന്നെ പറഞ്ഞു വിടുന്നത്? എടി മണ്ടി, അങ്ങനല്ല, നീ എന്നും ഇവിടെ തന്നെ നിൽക്കില്ലല്ലോ, നിനക്കും ഒരു കുടുംബവും ജീവിതവും മക്കളും ഒക്കെ വേണ്ടേ? അപ്പോൾ നീ ഒരു പരിധി കഴിയുമ്പോൾ വിവാഹമൊക്കെ കഴിച്ചു പോകത്തില്ലേ? അതാ ഞാൻ പറഞ്ഞത്. അത് കേൾക്കുമ്പോൾ അലീനയ്ക്ക് വല്ലാണ്ടങ്ങ് സങ്കടമാകുകയാണ്. എന്നിട്ട് അലീന ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ നിന്നിട്ട് പറയുന്നുണ്ട്, അമ്മേനെ നിങ്ങളെയൊക്കെ വിട്ടിട്ട് അങ്ങനെ എനിക്ക് പോകാൻ കഴിയുമോ? എന്താ മോളെ നീ പറഞ്ഞേ? അല്ല, നിങ്ങളെയൊക്കെ വിട്ടിട്ട് എനിക്ക് അങ്ങനെ പോകാൻ കഴിയുമോ? ഞാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട്, അങ്ങനെ പറഞ്ഞാൽ ശരിയാകുമോ? നിനക്ക് നാളെ ഒരു ജീവിതം വേണ്ടേ? അപ്പോൾ എന്തായാലും നീ ഒരു വിവാഹം കഴിക്കുമ്പോൾ പിന്നെ ഇവിടെ നിന്ന് നീ ഇങ്ങനെ വീട്ടുജോലികളൊക്കെ ചെയ്യേണ്ട പെണ്ണാണോ നീ? പിന്നെ എന്തെങ്കിലും ഒരു ജോലിയൊക്കെ നോക്കണം, എന്നിട്ട് നല്ലൊരു ജോലിയൊക്കെ ചെയ്ത് കുടുംബമൊക്കെ നോക്കി അങ്ങനെ അങ്ങ് ജീവിക്കണം. എന്നും ഇങ്ങനെ ഒരു അടുക്കളക്കാരിയായിട്ട് നിൽക്കേണ്ട ഗതികേടുണ്ടോ നിനക്ക് എന്നൊക്കെ പറയാൻ കേട്ടോ. എന്തായാലും എൻ്റെ വിധി ഈശ്വരൻ നിശ്ചയിച്ചിട്ടുണ്ടല്ലോ, അതുപോലെ നടക്കട്ടെ, ഇത്രയും വരെ കൊണ്ടെത്തിച്ചില്ലേ എന്ന് പറഞ്ഞിട്ട് അലീന അങ്ങനെ ഒരു പുഞ്ചിരിയോടെ അങ്ങ് മാറുകയാണ് കേട്ടോ. ഇതെല്ലാം കേട്ടുകൊണ്ടായിരിക്കും കേട്ടോ ബാലചന്ദ്രൻ മുത്തശ്ശിയുടെ റൂമിലേക്ക് പറഞ്ഞത്. എന്താ അമ്മയും മോളും കൂടെ ഒരു സംസാരമൊക്കെ? അത് പിന്നെ അവൾ ഓരോരോ കാര്യങ്ങൾ പറയാം. ഇപ്പം അവളല്ലേ നമ്മുടെ വൈജയന്തിയുടെ ഹോം നേഴ്സ് എന്ന് പറയാൻ കേട്ടോ. ഈ സമയത്ത് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഹോം നേഴ്സും രോഗിയും തമ്മിൽ എങ്ങനെയാണ് അടിയും ബഹളമൊക്കെ ഉണ്ടോ, അതോ നല്ല സ്നേഹത്തിലാണോ? ചെറിയ വഴക്കുകളൊക്കെ ഉണ്ട്, പക്ഷേ ഇപ്പം അവൾക്ക് കയ്യും കാലും ഒന്നും അനക്കാൻ മേലാത്തതുകൊണ്ട് എല്ലാം ഇവള് തന്നെ ചെയ്ത് കൊടുക്കണ്ടേ, അതുകൊണ്ട് ഒന്നും ഇവളെ പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ തമാശകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. ഈ സമയത്ത് ശരിക്കും വൈജയന്തിക്ക് വല്ലാത്തൊരു മാറ്റം തന്നെയാണ് കേട്ടോ ഈ ആക്സിഡൻറ്റ് കഴിഞ്ഞ് എണീക്കുമ്പോൾ സംഭവിക്കുന്നത്. അതായത് അലീനെ കൂടുതൽ മനസ്സിലാക്കാൻ വൈജയന്തിക്ക് സാധിക്കുന്നുണ്ട്. വൈജയന്തി മനസ്സുകൊണ്ട് തന്നെ അലീനെ അംഗീകരിക്കാനും സ്നേഹിക്കാനും തുടങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്ത് ചെയ്താലും അലീനയെ ശകാരിക്കുന്ന സമയത്ത് അലീനയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് വാദിക്കാനും സംസാരിക്കാനും അലീന കഴിച്ചോ എന്ന് വരെ ചോദിക്കേണ്ട ആ ഒരു അവസ്ഥയിലേക്ക് വരെ എത്തുകയാണ് കേട്ടോ വൈജയന്തി. അങ്ങനെ വൈജയന്തി പതിയെ നമ്മുടെ അലീനെ അംഗീകരിച്ച് തുടങ്ങുന്ന ആ ഒരു സീൻസൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്.